വേൾഡിൽ തന്നെ ആദ്യമായിട്ട് ഇന്ത്യയിലാണ് ഞങ്ങൾക്ക് സാറ്റലൈറ്റ് ലൈസൻസ് കിട്ടിയത് തന്നെ ഗവൺമെൻറ് ആ പ്രോജക്റ്റ് കണ്ടിട്ടാണ്. ഇത്രയേ ഉള്ളൂ. ടെലിമെഡിസിൻ ആണ് നിയറസ്റ്റ് ഫ്യൂച്ചറിൽ ഏറ്റവും കൂടുതൽ കൺസൾട്ടേഷൻ നടക്കാൻ പോകുന്നത്. അത് ഡിസാസ്റ്റർ ഒക്കെ വരുമ്പോൾ അവിടെ കുറച്ച് മനുഷ്യർ കിടപ്പുണ്ടെങ്കിൽ റോഡില്ല, ഇൻ്റർനെറ്റ് ഇല്ല, ഇലക്ട്രിസിറ്റി ഇല്ല, അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല, സഹായിക്കാൻ പറ്റാതെ വരും. അവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ യുനെസ്കോയുടെ ഒരു പ്രോജക്റ്റ് 12 കൊല്ലമായിട്ടുണ്ട്, ഒരാളും തൊട്ടിട്ടില്ലായിരുന്നു. ഞങ്ങളത് എടുത്തിട്ട് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ പറന്നുപോയി അവിടെ ലാൻഡ് ചെയ്തോ അല്ലാതെയോ മനുഷ്യനുണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയുന്ന സെൻസറുകളോട് കൂടിയ റോബോട്ടിക് ടെലിമെഡിസിൻ എൻജിൻസ് ക്യാൻ റൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സാറ്റലൈറ്റ്. അവിടെ പോയി മനുഷ്യനെ കണ്ടാൽ അവനെ താങ്ങണോ എടുക്കണോ എന്നുള്ളത് ഇവിടെ ഒ പിയിലിരിക്കുന്ന ഡോക്ടർ ക്യാൻ ഡിസൈഡ്. ഡോക്ടർ അയാളെ ഒന്ന് ചേർത്ത് പിടിക്കൂ എന്ന് ചിന്തിച്ചാൽ മതി, കമാൻഡ് ചെയ്യണ്ട, ചേർത്ത് പിടിച്ചോളും. പൾസ് ചെക്ക് ചെയ്യാൻ മനസ്സിൽ ഓർത്താൽ മതി, ചെക്ക് ചെയ്തോളും. ഈ ഇഞ്ചക്ഷൻ ഇത്ര ഡോസ് കൊടുക്കൂ എന്ന കമാൻഡിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ പ്രോജക്റ്റ് 2029 ഡിസംബർ 7 ടാർഗറ്റഡ് ആയിട്ടുള്ള സാറ്റലൈറ്റിൻ്റെ റോബോട്ടിക് ടെലിമെഡിസിൻ പ്രോജക്റ്റ് അതാണ്. സോ അതിൻ്റെ ബേസിക് റീസൺ നമ്മുടെ തോട്ട് പ്രോസസ്സിൻ്റെ പൾസിനെ പോലും റീഡ് ചെയ്യാൻ പറ്റും.